ഈ ചൂട് കാലത്ത് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഇതൊരു ഗ്ലാസ് മാത്രം മതി കേട്ടോ, നമ്മുടെ ദാഹവും വിശപ്പും ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൗളിലോട്ട് കുറച്ച് സ്ട്രോബെറി ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലോട്ട് ചൊവ്വരി കുതിർത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് കസ്കസ് കുതിർത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് സ്ട്രോബെറി ജെല്ലിയാണ്. ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ട് ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ സ്ട്രോബെറി കട്ട് ചെയ്ത പോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അരക്കപ്പോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്താൽ മതി എന്നുണ്ടെങ്കിൽ ഒരു പൊടിച്ച പഞ്ചസാര ബാക്കി മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് പാലിലോട്ട് ഞാൻ ഒരു 3-4 ഡ്രോപ്സ് റോസ് മിൽക്കിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റോവ്സിയാണ് നിങ്ങളെ കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് തന്നെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. നല്ലപോലെ തണുപ്പിച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു ഡ്രിങ്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കിഡിലനായിട്ടുള്ള സ്ട്രോബെറി സാഗോ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനോ ഫോളോ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്